നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കിങ്ഡം മൊണീറ. കിങ്ഡം മൊണീറയിൽ ഉൾപ്പെടുന്ന ജീവികൾ ബാക്ടീരിയയാണ്. ഇത് എല്ലാ ബാക്ടീരിയകളും പ്രോകാരിയോട്സ് ആണ്, അതായത് അതിന് ട്രൂ ന്യൂക്ലിയസ് ഇല്ല. ഈ കിങ്ഡം മൊണീറയിൽ ഉൾപ്പെടുന്ന ബാക്ടീരിയകൾ വളരെ പ്രാചീന കാലം മുതൽ, അതായത് ഭൂമി ഉണ്ടായ കാലം മുതൽ തന്നെ ഉള്ള മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ സൂക്ഷ്മാണുക്കളാണ്. ദേ ആർ ദ ഓൾഡസ്റ്റ് നോൺ മൈക്രോ ഓർഗാനിസംസ്. ഇനി ഈ ബാക്ടീരിയാസ് യൂണിസെല്ലുലാർ ആണ്, ഏകകോശ ജീവികളാണ്. അതിന് ഒരേ ഒരു കോശം മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഈ ഒരു കോശമാണ് അതിനാവശ്യമായ എല്ലാ മെറ്റബോളിക് ആക്ടിവിറ്റീസും, അതായത് എല്ലാ ഉപാപചയ പ്രവർത്തനങ്ങളും ഈ ഒരേ ഒരു കോശമാണ് ബാക്ടീരിയയ്ക്ക് ചെയ്തു കൊടുക്കുന്നത്. ഇത് സാധാരണയായി എല്ലാ ആവാസങ്ങളിലും, വളരെ കഠിനമായ ആവാസങ്ങൾ മുതൽ സാധാരണ നമ്മുടെ ജീവശരീരത്തിലും മണ്ണിലും, ഒരു പിടി മണ്ണെടുത്താലും അതിൽ എത്രയോ ബാക്ടീരിയ ഉണ്ടാകും. ഒരു ഗ്ലാസ് വെള്ളം എടുത്താലും അതിൽ എത്രയോ ബാക്ടീരിയ ഉണ്ടാകും. നമ്മുടെ ശരീരത്തിൽ എത്രയോ ബാക്ടീരിയ ഉണ്ട്. അപ്പോൾ എല്ലാ ആവാസങ്ങളിലും കാണപ്പെടുന്ന ഒന്നാണ് നമ്മുടെ ബാക്ടീരിയ. അതായത് ഹോട്ട് സ്പ്രിങ്സ്, ചൂട് നീരുറവകളിൽ, മരുഭൂമിയിൽ, ആഴക്കടലിൽ എന്ന് വേണ്ട ഓംനി പ്രസന്റ്, ദൈവം ഓംനി പ്രസന്റ് എന്ന് പറയും പോലെ നമുക്ക് ഈ ബാക്ടീരിയകളെ ഓംനി പ്രസന്റ് എന്ന് പറയാം. അതെല്ലാ ആവാസ വ്യവസ്ഥകളിലും നമുക്ക് ബാക്ടീരിയകളെ കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ ഷേപ്പിന്റെ അല്ലെങ്കിൽ ആകൃതിയുടെ അടിസ്ഥാനത്തിൽ ബാക്ടീരിയയെ 4 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് കോക്കസ്, അതായത് ഉരുണ്ടിരിക്കുന്നത്, ഗോളാകൃതിയിലുള്ളത്. പിന്നെ ബേസില്ലസ്, ദണ്ടിന്റെ ആകൃതിയിൽ, അതായത് ഈ ഒരു ആകൃതിയിൽ. നമ്മുടെ ലാക്ടോബേസില്ലസ് അല്ലെങ്കിൽ പാലിലൊക്കെ കാണപ്പെടുന്ന ബാക്ടീരിയ, ഇത് ദണ്ടിന്റെ ആകൃതിയിൽ ലേശം നീണ്ടിട്ടുണ്ടാവും. പിന്നെ വിബ്രിയോ കോളറ, കോളറ രോഗത്തിന് കാരണമായ വിബ്രിയോ കോളർ ഏകദേശം ഒരു കോമയുടെ രൂപത്തിലാണ് ഉണ്ടാവുക. അങ്ങനെ വിബ്രിയ അല്ലെങ്കിൽ കോമയുടെ ആകൃതിയിലുള്ളത്. പിന്നെ സ്പൈറല്ലം അല്ലെങ്കിൽ സർപ്പിൾ ആകൃതിയിലുള്ളത്, ലേശം നീണ്ടിട്ട് 2 സൈഡും അല്ലെങ്കിൽ ഒരു സൈഡൊക്കെ ഫ്ലജല്ലയുള്ള ജീവികളാണ്. ഇങ്ങനെ ഫ്ലജല്ലയുള്ള ജീവികളാണ് സ്പൈറല്ല. പിന്നെ ഈ നമ്മുടെ കിങ്ഡം മൊണീറയെ 3 സബ് കിങ്ഡം ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആർക്കി ബാക്ടീരിയ, യു ബാക്ടീരിയ, സയനോ ബാക്ടീരിയ. അപ്പോൾ നമ്മുടെ കിങ്ഡം മൊണീറ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ബാക്ടീരിയ ആണ്. അതിലെ അംഗങ്ങൾ അത് പ്രോകാരിയോട്സ് ആണ്, അതിന് ട്രൂ ന്യൂക്ലിയസ് ഇല്ല. ദേ ആർ ദ ഓൾഡസ്റ്റ് നോൺ മൈക്രോ ഓർഗാനിസംസ്. പ്രാചീനമായ സൂക്ഷ്മാണുക്കളാണ്, ഭൂമി ഉണ്ടായത് മുതൽ അവ ഉണ്ട്. പിന്നെ അവ യൂണിസെല്ലുലാർ ആണ്, ഏകകോശ ജീവികളാണ്. ഇതിൽ ഒരേ ഒരു കോശമാണ് അതിനാവശ്യമായ മെറ്റബോളിക് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഉപാപചയ പ്രവർത്തനങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. പിന്നെ ഇതെല്ലാ ആവാസങ്ങളിലും കാണും. കഠിനമായ ആവാസങ്ങൾ, ഹോട്ട് സ്പ്രിങ്സ്, ചൂട് നീരുറവകൾ, മരുഭൂമിയിൽ, ആഴക്കടലിൽ, നമ്മുടെ ശരീരത്തിൽ, സോയിലിൽ, നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റില്, റൂമിനന്റ് അനിമൽസിന്റെ സ്റ്റൊമക്കില്, അങ്ങനെ ഇതില്ലാത്ത ഒരു സ്ഥലമില്ല. ഇതെല്ലാ ആവാസങ്ങളിലും കാണപ്പെടുന്നു. ഇതിന്റെ ഷേപ്പിന്റെ അടിസ്ഥാനത്തിൽ, ആകൃതിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കോക്കസ്, ബേസില്ലസ്, വിബ്രിയം, സ്പൈറല്ലം, അതായത് ഗോളാകൃതി, ദണ്ടിന്റെ ആകൃതി, കോമയുടെ ആകൃതി, സർപ്പിൾ ആകൃതി, ഇങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. ഇതിന് 3 സബ് കിങ്ഡംസ് ഉണ്ട്. ആർക്കി ബാക്ടീരിയ, യു ബാക്ടീരിയ ആൻഡ് സൈനോ ബാക്ടീരിയ. താങ്ക് യു.